KPCC സംഘടനാ ജനറൽ സെക്രട്ടറി എം ലിജു ഇവിടെയുണ്ട്. എം ലിജു നാട്ടുകാരൻ കൂടിയാണ്. ചേട്ടാ, ഈ അവരോട് സംസാരിച്ചിട്ടുണ്ട് കുട്ടികളോട്? ഞാൻ അടുത്ത കുട്ടികളോട് സംസാരിച്ചിരുന്നു. 2 കുട്ടികളുടെ സ്ഥിതി അവരും ചികിത്സയിലാണ്, സീരിയസ് ആണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മരണമടഞ്ഞ കുട്ടികളുടെയൊക്കെ തന്നെ ലക്ഷദ്വീപിൽ നിന്ന് ഇപ്പോൾ ഹംദുള്ള സെയ്ദ് അവിടുത്തെ MP വിളിച്ചിരുന്നു. ഇപ്പോൾ കവരത്തി ദ്വീപിലുള്ള കുട്ടിയാണ്. അവരുടെ അഡ്രസ്സ് അപ്പോൾ ഈ 2 മാതാപിതാക്കൾ ഇപ്പോൾ അവിടെ കവരത്തി എന്നാണ് ഉള്ളത്. അപ്പോൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. പരമാവധി നല്ല ചികിത്സ കൊടുക്കാനുള്ള കാര്യങ്ങളാണ്. ആലപ്പുഴയിലുള്ള കുട്ടി എവിടെയുള്ളതെന്ന് അറിയാമോ? അതായത് ഒരാൾ കുട്ടനാട്ടിനെ കുറിച്ച് കിട്ടുന്ന വിവരമനുസരിച്ചാണ്. ഒരു കുട്ടി പരിക്കേറ്റ ഒരു കുട്ടി ഇടത്തുവക്കാരനാണ്. മരണമടഞ്ഞ ഒരു കുട്ടി കുട്ടനാട്ടുകാരനാണ്. പരിക്കേറ്റതിൽ തന്നെ ഒരു കുട്ടി ഇടത്തുവക്കാരനാണെന്നാണ് വിവരം ലഭിക്കുന്നത്. ഇപ്പം ഞാൻ കണ്ണൂർ ബന്ധപ്പെട്ടിരുന്നു. അതിലൊരു കുട്ടി മുഹമ്മദ് ജബ്ബാർ എന്ന് പറയുന്ന കുട്ടിയും കണ്ണൂരുകാരനാണെന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരാൾ പാലക്കാട്, മറ്റൊരാൾ മലപ്പുറം. ലക്ഷദ്വീപിൽ നിന്നാണ് കൃത്യമായ വിവരം. അത് അവരുടെ ഈ ഹംദുള്ള സെയ്ദ് ബന്ധപ്പെട്ടിരുന്നു വരാൻ വേണ്ടി. ഈ കുട്ടികളുടെ വിവരങ്ങൾ കിട്ടി വരുന്നതേ ഉള്ളൂ. ലക്ഷദ്വീപുകാരൻ്റെ പേരും മറ്റു അഡ്രസ്സും സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം ബന്ധുക്കളെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപകടത്തിൽ മരിച്ച ഒരാൾ ആലപ്പുഴക്കാരനാണ്, മറ്റൊരാൾ എടത്തുവാൾ സ്വദേശിയാണ്. ഈ അകത്ത് കയറി വിദ്യാർത്ഥികളോട് സംസാരിച്ചിട്ടാണ് എം ലിജു പുറത്ത് ഇറങ്ങി വന്നത്. അപ്പോഴാണ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും അതിദാരുണമായൊരു സംഭവമാണ്. നമ്മൾ ഈ അപകടത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അവിടെ അങ്ങനെയൊരു സാധാരണ നിലയിൽ ഒരു മലമ്പ്രദേശത്തോ അല്ലെങ്കിൽ ഹൈവേയിലൊക്കെ ഉള്ളൊരു ബ്ലാക്ക് സ്പോട്ട് പോലെയുള്ളൊരു സ്ഥലം അല്ല അത്. അവിടെ ഈ പറയുന്നത് പോലെ അമിത വേഗതയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം മാത്രം അപകടം ഉണ്ടാകാറുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഈ അപകടത്തിൻ്റെ കാരണമായി KSRTC ജീവനക്കാരടക്കം പറയുന്നത് ഈ വാഹനത്തിൻ്റെ അമിത വേഗതയാണെന്നുള്ളതാണ്. അത് സംബന്ധിച്ച് ഔദ്യോഗികമായി വിശദീകരിക്കേണ്ടത് മോട്ടോർ വാഹന വകുപ്പാണ്. എന്താണ് അപകട കാരണം എന്നുള്ളത് RTO അടക്കമുള്ള ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി പ്രാഥമികമായ വിവരങ്ങളും തെളിവുകളുമൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. രാവിലെയായിരിക്കും കൂടുതൽ പരിശോധന നടക്കുക. ശരി, ഇതൊക്കെ നാരായണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് വിദ്യാർത്ഥികളടുത്ത് സംസാരിച്ചതിന് ശേഷം കോൺഗ്രസ് നേതാവ് എം ലിജു അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നുള്ളതാണ്. 5 വിദ്യാർത്ഥികൾ മരിച്ചു. അവരുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. കുടുംബങ്ങളെയെല്ലാം അറിയിച്ചിട്ടുണ്ട്. ബന്ധുക്കളെല്ലാവരും ഇനി അവിടേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. മരിച്ച 5 വിദ്യാർത്ഥികളെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപകടത്തിൻ്റെ ഒരു വശത്ത് ആ കാറിൻ്റെ ഒരു അവസ്ഥ കൂടി നമ്മൾക്കിപ്പോൾ കാണാൻ പറ്റും. പൂർണ്ണമായും തകർന്ന നിലയിലാണ്.